ഹലോ, ഞാൻ ഹന. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം കണ്ടെയ്നറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു തിക്ക് പീസ് എടുത്തിട്ട് നമുക്കത് നല്ല നീഡ് ചെയ്യണം. ഇത് കുറച്ച് നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ അത് ഇനി നീഡ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നീഡ് ചെയ്തെടുക്കാം. കണ്ടു, നല്ല കട്ടിയുള്ളത്. നമുക്ക് അങ്ങനെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ അത് നീഡ് ചെയ്തെടുക്കുമ്പോഴാണ് ഒന്ന് സോഫ്റ്റ് ആവുക. നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യുക. ഇനി നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് ഇതിന് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ് ഈ റോൾ ചെയ്ത ക്ലേ വെച്ചിട്ട്. അപ്പോൾ നല്ല പ്രസ് ചെയ്തിട്ട് ഗ്ലാസ് ബോട്ടിലും അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും നല്ലപോലെ കവർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഗ്ലാസ് ബോട്ടിൽ നമുക്ക് ഇങ്ങനെ ഈ പെയിൻ്റൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ് ബോട്ടിലൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ അത് നല്ല വാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അവിടെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ടും ഡ്രൈ ആയി കഴിഞ്ഞാൽ ചെയ്യാം. അതിന് മുന്നേ തന്നെ നമ്മൾ ഒന്നിങ്ങനെ ഡ്രൈ ആവുന്നതിന് മുന്നേ ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതേപോലെ തന്നെ റോൾ ചെയ്തിട്ട് ക്യാപ്പ് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ലിഡ് ബോട്ടിലെ ക്യാപ്പ് നമുക്ക് ഈ ക്ലേ വെച്ചിട്ട് തന്നെ ആ റോൾ ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. മഷ്റൂമിൻ്റെ ആ ഹെഡ് പോലെ നമ്മൾ ആക്കിയെടുക്കണം. ഈ ക്യാപ്പും ഒട്ടിക്കൽ കുറച്ച് പാടാണ്. എല്ലാം ടൈം എടുക്കും. കാരണം അതേ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കാൻ. അത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ സൈഡ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ കുറച്ച് ക്ലേ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് ഇനി നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫില്ലായി കൊടുക്കാം ഈ ക്ലേ തന്നെ. നമുക്കിനി അതൊന്ന് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് സ്മൂത്തൻ ചെയ്യാം. ഇനി നമുക്കൊരു പെയിൻറ്റ് ബ്രഷും വെള്ളവും എടുത്തിട്ട് നമുക്ക് ആ നെക്ക് പോർഷൻ ഈ ഇതിൻ്റെ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിലുള്ള ഡ്രൈ ആയി കിടക്കുന്ന ക്ലേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാലാണ് കുറേ ക്രാക്കുകൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ക്രാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽറ്റ് ഉണ്ടാക്കും. സിൽറ്റ് എന്ന് പറഞ്ഞാൽ ക്ലേയും വെള്ളവും വെച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ഈ ക്രാക്ക് അടുത്തൊക്കെ നമുക്ക് ഒന്ന് പേസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മഷ്റൂം നമുക്ക് ഇഷ്ടമുള്ള പോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അക്രിലിക് എടുത്തിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ കസ്റ്റമൈസ്ഡ് മഷ്റൂം കണ്ടെയ്നേഴ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ ഷോപ്പിൽ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ DM ആർക്കെങ്കിലും ഓർഡർ വേണമെങ്കിൽ. അപ്പോൾ
ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പിക്ക് അയച്ചു തരാം. ബൈ.